മഹാബലിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തൃക്കാക്കര. ഏത് നാളിലാണ് പൂക്കളം ചതുരാകൃതിയിലിടുന്നത്? മൂലം നാളിൽ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്ത്? ഇന്ദ്രസേനൻ. ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് ഏത്? കാശിത്തുമ്പ. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരം ഏതു യുഗത്തിലായിരുന്നു? ത്രേതായുഗം. തൃക്കാക്കരയുടെ പഴയ പേര് എന്ത്? കാൽക്കര നാട്. മഹാബലിയുടെ പത്നിയുടെ പേര് എന്ത്? വിന്ധ്യാവലി. ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകളിലെത്തുന്ന തെയ്യം ഏത്? ഓണത്താർ. സംസാരിക്കാത്ത തെയ്യമായതുകൊണ്ട് ഓണപ്പൊട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്ത്? വിരോചനൻ. മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്ത്? ബാണാസുരൻ. മഹാബലി എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വാമനൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? കശ്യപൻ. സംഘകാല കൃതികളിൽ ഓണത്തിൻ്റെ പേരെന്ത്? ഇന്ദ്രവിഴ. ഇന്ദ്രവിഴ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഇന്ദ്രൻ്റെ വിജയം. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചോതിനാൾ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏത്? ഓണവില്ല്. എന്നാണ് ഓണം ആഘോഷിക്കുന്നത്? ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ. ഓണം കേറാമൂല എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? കുഗ്രാമം അല്ലെങ്കിൽ പരിഷ്കാരം എത്താത്ത സ്ഥലം. മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? അഞ്ചാമത്തെ. ഓണപ്പൂക്കളം ഏറ്റവും വലുപ്പത്തിലെത്തുന്നത് എന്ന്? ഉത്രാടം നാളിൽ. ഓണപ്പാട്ടുകൾ എന്ന കവിത ആരുടേതാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഏത് യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വാമനൻ 3 അടി മണ്ണ് ഭിക്ഷയായി ആവശ്യപ്പെട്ടത്? വിശ്വജിത്ത്. തിരുവോണത്തിൻ്റെ തലേനാൾ ഏതാണ്? ഉത്രാടം. ഉത്രാട ദിവസം മലയാളികൾ നടത്തുന്ന തിരക്കിട്ട യാത്രയെ വിളിക്കുന്നത് എന്താണ്? ഉത്രാടപ്പാച്ചിൽ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയിൽ നടത്തുന്ന ആഘോഷത്തിൻ്റെ പേരെന്ത്? അത്തച്ചമയ ഘോഷയാത്ര. ഓണത്തുനാട്, ഓണനാട് എന്നീ പേരുകളിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? കായംകുളം. ഏത് വർഷം മുതലാണ് ഓണം കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി ആഘോഷിക്കുന്നത്? 1961. തൃക്കാക്കര എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വാമനൻ്റെ പാദമുദ്ര ഉള്ള സ്ഥലം. പൂക്കളം എന്ന കവിതാ സമാഹാരം എഴുതിയത് ആര്? പി. കുഞ്ഞിരാമൻ നായർ. തൃക്കാക്കര അമ്പലത്തിലെ പ്രതിഷ്ഠ ആരുടേതാണ്? വാമനൻ്റേത്. ഇതേത് കലാരൂപമാണ്? കുമ്മാട്ടിക്കളി. ഈ കളിയുടെ പേരെന്താണ്? കിളിത്തട്ട് കളി. ഓണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മത്സരം ഇന്ന് വിരളമാണ്. ഏതാണ് ഈ മത്സരം? ഓണത്തല്ല്. ആറാം ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാടിയോണം. ഓണത്തോടനുബന്ധിച്ച് കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന പന്തുകളി ഏത്? തലപ്പന്ത് കളി. സംഘകാല കൃതികളിൽ ഓണത്തെപ്പറ്റി വിവരിക്കുന്ന കൃതി ഏത്?
മധുരൈ കാഞ്ചി. മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? പ്രഹ്ലാദൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ? ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തപ്പെടുന്നത് എന്നാണ്? ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. 1969 മുതലാണ് നെഹ്റു ട്രോഫി എന്നറിയപ്പെടുന്നത്. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആറന്മുളയിൽ, പമ്പയാറ്റിൽ. മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ചമ്പക്കുളത്ത്, പമ്പാ നദിയിൽ. തൃശ്ശൂരിൽ പുലികളി നടക്കുന്നത് എന്നാണ്? ഓണത്തിൻ്റെ 4-ാം നാൾ. ഇന്ദ്രവിഴ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്ദ്രൻ്റെ വിജയം. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അതിലെ ചതി മനസ്സിലാക്കി മഹാബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് ആര്? അസുര ഗുരുവായ ശുക്രാചാര്യൻ. പൂക്കൂടയുടെ മറ്റു പേരുകൾ എന്തെല്ലാം? പൂവട്ടക, പൂവട്ടി. വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ്. ആരുടേതാണ്? ശ്രീകൃഷ്ണൻ്റെ. ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത്? കൃഷ്ണഗാഥ. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത്? കറുക. എന്നാണ് നാം കർഷക ദിനമായി ആചരിക്കുന്നത്? ചിങ്ങം 1. ശ്രാവണം എന്ന വാക്ക് ലോപിച്ച് ഓണം ആയി എന്നത് ഏത് സങ്കല്പപ്രകാരമാണ്? ബുദ്ധസങ്കല്പം. അവിട്ടം നാളിൽ നടക്കുന്ന വിനോദം ഏത്? അവിട്ടത്തല്ല്. എന്നാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? കർക്കിടക മാസത്തിലെ തിരുവോണ നാളിൽ. മഹാബലി യാഗം നടത്തിയ നർമ്മദയുടെ വടക്കേ തീരത്തുള്ള പ്രദേശം ഏത്? ഭൃഗുകച്ചം. മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ 2-ാം ഓണം അറിയപ്പെടുന്നത് എങ്ങനെ? അമ്മായി ഓണം. തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള ഏത്? മാദേവർ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീട്ടുമുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് തൃക്കാക്കരയപ്പനെ തൂശ നിലയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങേത്? ഓണം കൊള്ളുക. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ഇതാരുടെ വരികളാണ്? ഒളപ്പമണ്ണ. ഓണവിജ്ഞാന കോശം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പ്രൊഫസർ പി. കർത്ത. വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? പരശുരാമൻ. എരിവ്, പുളി, ഉപ്പ്, മധുരം ഇവ ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത്? ഓലൻ. ഓണത്തിന് ശേഷമുള്ള ചിങ്ങമാസത്തിലെ ബാക്കി ദിവസങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പൂക്കുചിങ്ങം. മാവേലിക്കൊത്ത കത്ത് എന്ന കവിത രചിച്ചത് ആര്? വയലാർ രാമവർമ്മ. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന സംഭവം പറയുന്നത്? അഷ്ടസ്കന്ധം. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ശേഷം കൊച്ചി രാജാവ് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന നാണയം ഏത്? സർവാടിപുത്തൻ. പണ്ട് അടിയാന്മാർ ജന്മിമാർക്ക് ഓണനാളിൽ നൽകിയിരുന്ന കാഴ്ചദ്രവ്യം ഏത്? ഓണക്കാഴ്ച. പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശമറിയിക്കൽ.